മാർച്ച് 29-ാം തീയതിയാണ് എൻ്റെ കുട്ടീനെ നായി കടിച്ച്. വീടിൻ്റെ മുന്നേ ഉള്ള റോട്ടുമ്മലാണ് കുട്ടി മിഠായി വാങ്ങാനും വേണ്ടി വീട്ടിലേക്ക് പോയതായിരുന്നു. ജ്യേഷ്ഠൻ്റെ മകളും അവളും കൂടിയാണ് പോയത്. പോയ ടൈമിൽ നായി വന്ന് കുട്ടീനെ കടിച്ച് ഇതിൽ കുട്ടി ജ്യേഷ്ഠൻ്റെ മോള് കണ്ടതിൽ ജ്യേഷ്ഠ മോള് ഓടി. അപ്പം എൻ്റെ മോള് ഒരു സൈലൻ്റ് കുട്ടിയാണ്. അങ്ങനെ എന്ത് കണ്ടാലും അങ്ങനെ പേടിച്ചിൻ്റെ ഒരു സൈലൻ്റ് കുട്ടിയായതുകൊണ്ട് അവിടെ നിന്ന് കുട്ടീനെ നല്ല ആദ്യം നെഞ്ഞിൻ്റെ പിടുക്ക കടിച്ചു. അവിടെ ഇറച്ചി കിട്ടാത്തതായതുകൊണ്ട് ആ കടി നേരെ തലക്ക് കടിച്ച് ചീന്തി. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറച്ചി കിട്ടാഞ്ഞിട്ടാണ് പിന്നെ കാലിൻ്റെ മസിലിൻ്റെ ഭാഗം നോക്കി, നല്ല ഇറച്ചിയുള്ള ഭാഗം നോക്കിക്കാണ്ട് കടിച്ചുകാണ്ട് അവിടെ എന്നാൽ കടിച്ചൊന്നാ പൊളിച്ച് ഇതാക്കി നേരെ ഞാൻ ഒരു പണിക്ക് പോയതായിരുന്നു. നാട്ടിലുള്ള സാഫി പറഞ്ഞ ആളെ കൂടെ പണിക്ക് പോയതായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് വിളിച്ചിങ്ങനെ കുട്ടീനെ നായി കടിച്ചിന് പെട്ടെന്ന് വരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെരയിലെത്തിയപ്പോൾ കുട്ടീനെ ഒന്ന് ആ ചോരയിൽ കുളിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നത്. അങ്ങനെ നേരെ ജ്യേഷ്ഠൻ്റെ വണ്ടിയിലിട്ട് നേരെ തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ആദ്യം ഡെറ്റോളിട്ട് നല്ല കഴുകാൻ പറഞ്ഞത് ഞങ്ങൾ തന്നെ കഴുകിയത്. എൻ്റെ താത്തീൻ്റെ വൈഫും കൂടി നല്ല വരച്ച് കഴുകിയിട്ട് അവർ അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ അടിച്ചിരുന്ന തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിനുള്ള ഡോക്ടർ ഇവിടെ തിരുവങ്ങാടി ഹോസ്പിറ്റൽ ഇപ്പോൾ ഇന്ന് ഡോക്ടർ ഇല്ല. അപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് എഴുതി തരുന്നുണ്ട് ഞങ്ങളുടെ കോളേജിലേക്ക്. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് കോളേജിൽ അവിടെ എത്തിയിട്ടുണ്ട്. കോളേജിലെത്തി കോളേജിൽ നിന്ന് നേരെ അവർ ഇഞ്ചക്ഷൻ ഇത് കടിച്ചുകൊണ്ട് അവർ പറഞ്ഞിങ്ങനെ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി ഈ സ്റ്റിച്ചിടുക ഇതൊക്കെ ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് പിന്നെ 48 മണിക്കൂർ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് 48 മണിക്കൂർ കഴിഞ്ഞ് അവിടേക്ക് കൊണ്ടുപോയി കണ്ട് തലക്ക് സ്റ്റിച്ച് വിട്ട് പിന്നെ കാല് ഇത് കട്ട് ചെയ്ത് ഇതാക്കിക്കാണ്ട് ഓപ്പറേഷൻ ചെയ്ത് അവർ തുന്നിയും ചെയ്ത് 2 ദിവസം അവിടെ നിന്ന് പിന്നെ അവർ വീട്ടിൽ പറഞ്ഞേച്ചിക്കാണ്ട് പിന്നെ ഒരു 10-14 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് മുറിയൊക്കെ ഒന്നാ ഉണങ്ങി സ്റ്റിച്ചൊക്കെ എടുത്തിക്കണം. കുട്ടികളെ കൂടെ ഏകദേശം ഇറങ്ങി കളിക്കലും ആ ചെറിയും കളിയൊക്കെ തുടങ്ങിയും ചെയ്തതിന് കളിച്ചലിതൊക്കെ തുടങ്ങിയതിന് കുട്ടിയായി പെട്ടെന്നീലൊരു പനി പണിച്ചുകാണ്ട് 2 ദിവസം വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ഉറങ്ങാൻ ഞങ്ങൾ ഇനിയും വൈഫിനെയും ഉറങ്ങാൻ വെച്ചിട്ടില്ല. കുട്ടി 2 ദിവസം കിടന്ന് നുളവിളിക്കായിരുന്നു, ഉറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ കുട്ടിക്ക് പനി നല്ല പുള്ളിനെ പനി മാറാഞ്ഞിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് പറമ്പിൽപ്പേട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഞങ്ങൾ സാധാ പനി ഒരു വിറയലും ഉണ്ട് കുട്ടിക്ക്, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിറച്ചില്ല. അപ്പോൾ പനീൻ്റെ പേടിച്ചിക്കാണ്ടുള്ള വിറയലാന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ഗവൺമെൻറ് പറമ്പിൽപ്പേട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടുന്ന് ഒരു ഭേദമില്ല. അങ്ങനെ ഞാൻ കുട്ടികളെ ഡോക്ടറെ കാണിക്കാൻ തന്നെ ഇവിടുന്ന് പറമ്പിൽപ്പേട്ട് പോയി കുട്ടികളെ ഡോക്ടറെയും പോയി കാണിച്ചിട്ടൊരു ആക്കില്ല. അങ്ങനെ ഞങ്ങൾ തിരൂരങ്ങാടി ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ 2 ദിവസം കെടുത്തിക്കാണ്ട് കുട്ടി ഇങ്ങനെ അപ്പോഴും അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഈ പനീൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് അറിയാണ്ട് എന്തോന്നും ശരിക്കും പറയണമില്ല എന്താ സംഗതി. അങ്ങനെ ആ ഡോക്ടർക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ കുട്ടീൻ്റെ വേറെ എന്തോ ഒരു ഡോക്ടർ തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ കോളേജിലേക്ക് 108 ആംബുലൻസിൽ അപ്പോൾ തന്നെ സീരിയസ് ആയി. അപ്പോഴാണ് അവർ വിടുന്നത് കോളേജിലേക്ക്. അങ്ങനെ അന്ന് 6 ദിവസത്തോളം കുട്ടി IC കിടന്ന് അവിടുന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അവിടുന്ന് പറഞ്ഞ് നിങ്ങൾ കുട്ടീനെ കിട്ടാൻ ഉറപ്പില്ല, നിങ്ങളിഞ്ഞ് പഠിച്ചവനോട് ദൈവത്തിനോട് പറഞ്ഞോളി, അങ്ങനത്തെ ഒരു വാക്കാണ് അവിടുന്ന് നമുക്ക് തന്നിട്ടില്ല. സമാധാനപ്പെടുത്തിയിട്ട് ഒരു വാക്കും അവിടുന്ന് ഡോക്ടർമാരും തന്നിട്ടില്ല. എടുങ്ങാറ് എന്താ അറിയില്ല. ഒരു പറഞ്ഞ ഡോക്ടർ അവിടെ ഇല്ല. കാരണം 2:45 കടിയേറ്റ് 3:10 തിരുവനന്തപുരം താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചിങ്ങനെ. എന്നതിന് ശേഷം അവിടെ എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ഡോക്ടർമാരില്ലാന്നാണ് തോന്നുന്നത്, നഴ്സുമാരേ ഉള്ളൂ. എന്നോട് പറഞ്ഞ് 1/4 മണിക്കൂറും വെള്ളം ഒഴിച്ചിട്ട് ഡെറ്റോൾ ഇട്ടിട്ട് കഴുകണം എന്ന് പറഞ്ഞ്. അത് കഴുകിയതിൻ്റെ ശേഷം അവർ പറഞ്ഞ് ഇവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ അടിക്കുക, ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, അനിമൽസിൻ്റെ അങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു അരമണിക്കൂർ ഏകദേശം അവിടെ താലൂക്ക് നിന്നിട്ടുള്ളൂ. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക്
ഞങ്ങളോട് ചോദിച്ചു ആംബുലൻസ് ആണോ കാറാണോ വെച്ച്. അങ്ങനെ കാറാണ് പറഞ്ഞു. അങ്ങനെ കാറിലേക്ക് കയറ്റി ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിരിക്കണമല്ലേ. കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല. ആ റിസൾട്ട് വാങ്ങിച്ചാൽ അവിടെ കൂടുതൽ തിരക്കാണ്. ഇതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അവർ. പിന്നെ ഇത് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറ്റി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പം എൻ്റെ പെങ്ങളും ഇവിടെ ക്ലബിൻ്റെ ഒരു ഭാരവാഹി ഷാഫിയർ അവർ രണ്ടാളതിന് ഉള്ളിലുണ്ടായിരുന്നു. അത്രത്തോളം എനിക്കറിയില്ല. പിന്നെ അവിടുന്ന് അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഭാഗത്തേക്ക് മാറ്റി. അപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയതിൻ്റെ ശേഷം ഒരു ഡോക്ടർ വന്ന് നോക്കിയതിൻ്റെ ശേഷം അവർ പറഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി, അതാണ് നല്ലതെന്നാണ്. സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആ മുറിവോടൊക്കെ സ്റ്റിച്ച് അതായത് ഡ്രസ്സും ഒന്നും ഇല്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് വിട്ടു. പിന്നീട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. 48 മണിക്കൂർ കഴിഞ്ഞത് പെരുന്നാളിൻ്റെ അന്ന് രാത്രിയാണ്. അന്ന് ഓപ്പി ഉണ്ടാവില്ല. അന്ന് അത് ഒന്നും ചെയ്തിട്ടില്ല, മുറിവ് ഒന്നും ചെയ്തിട്ടില്ല. 10:30 മണിക്ക് അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നു. വാക്സിനൊക്കെ എടുത്തിട്ട് ഒരു വിട്ട് അന്നത്തെ. എന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ട്. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് ചെന്നതിൻ്റെ ശേഷം അവിടുന്ന് ഒരാൾ നഴ്സുമാരോ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഇക്കോലത്തിൽ വീട്ടിലേക്ക് വിട്ടിരുന്ന്. അങ്ങനെ ചോദ്യം അവിടുന്ന് വന്നിക്കണേ. എന്ത് കാരണം 48 മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ഉള്ളൂ എന്ന് പറഞ്ഞ്. ഇവിടുന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെയാണ് കൂടുതലായിട്ട് ഒരു ഇഞ്ചക്ഷൻ അടിക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു ഡോക്ടർ പറയുന്നുണ്ട് തലക്കല്ലേ പറ്റി, തലക്ക് അടിക്കണ്ടെന്നാ ഡോക്ടർ പറയുന്നുണ്ട്. അവിടെ പഠിക്കാൻ വന്നൊരു ഡോക്ടർ പറയുന്നുണ്ട്. ചെയ്തിട്ടില്ല. ഇവർ കൂടുതൽ ചെറിയ മുറിന്റെ ചുറ്റോടിറ്റും ഇവിടെയൊക്കെയാണ് അധികം കൊടുത്തത്. അതെ, 48 മണിക്കൂർ അടുത്ത ചികിത്സ ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒന്നെങ്കിൽ ഒബ്സർവേഷനിൽ വെക്കാതെ വീട്ടിലേക്ക്. അതായത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. നേർക്ക് സംഭവിച്ചത് അതാണ്. അവിടെ അവരത് നേർക്ക് അവിടുന്ന് പുറത്തേക്ക് വിടാൻ പാടില്ല. അത്രയും മാരകമായ മുറിവ് തലമുറയുണ്ട്. അവിടെ നിർത്തേണ്ടീന്. അവിടെ ഞാനും സാധാരണ ഒരു മാന്തലൊക്കെ പോലെ നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവര് പറഞ്ഞതാണ്. ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് ഡോക്ടറായിട്ട് കണ്ടതായിട്ട് ഡോക്ടർമാരവിടെ കണ്ടതായിട്ട് തോന്നുന്നില്ല. അവിടെ നഴ്സുമാരാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചക്ഷൻ ഇതൊക്കെ കൊടുത്തിരിക്കണമെന്ന് തോന്നുന്നത്. അവരാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞത്. ഇവിടെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് കുറവാണ്, നിങ്ങൾ നേരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. വാക്സിൻ ഇല്ലാന്നല്ല, അവിടെ എന്താണ് പോലെ സംഭവം എന്ന് നമുക്കറിയില്ല. അന്ന് കൊണ്ടുപോയ ഉടനെ ഒരു പറഞ്ഞതാണ് ഞങ്ങളിവർ ഇഞ്ചക്ഷൻ അടിക്കപ്പെടുന്നത്. ഏതാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് കഴുകി അടിച്ചതിന്റെ ശേഷം നമ്മൾ നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടു. വലിയ ആഴത്തുള്ള മുറിവാണ്. ഇതിലൊരു വിഷയം എന്താ വെച്ചാല്, നമ്മളിപ്പോ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് മൊത്തം വന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടുന്ന് രക്ഷിതാക്കൾ പ്രാഥമിക ചികിത്സ കൊടുക്കുന്നിടത്ത് പരാജയപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഈ ഒരു സമയത്ത് കുട്ടീൻ്റെ മുകളിൽ മൊത്തം രക്തമായി കിടക്കുന്ന സമയത്ത് രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാന്നുള്ള. ആ അവസ്ഥയിൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 3:30 മണി ആ സമയത്ത് സംഭവിച്ച് 20 മിനിറ്റ് കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തി. 2:45 ഏതായാലും ആ 20 മിനിറ്റ് കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കൃത്യസമയത്ത് തന്നെ അവർ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ പറഞ്ഞ ഒരു വിഷയം എന്നുള്ളത് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അന്നത്തെ വാർത്താസമ്മേളനത്തിലൊക്കെ പറഞ്ഞത്, താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവർ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നപ്പോൾ അത് വെക്കണ്ട, അതായത് വാക്സിൻ വെക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് കുട്ടിയുടെ പാരൻസ് ആവശ്യപ്പെട്ടു എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അത് തെറ്റാണ്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പാരൻസ് അങ്ങനെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെ ഇതിന് മരുന്നില്ല, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകുക, ആംബുലൻസ് ആണോ കാറാണോ നിങ്ങളുടെ അടുത്തുള്ളതെന്ന് മാത്രമാണ് അവിടെ ചോദിച്ചത്. ആ ഒരു 15 മിനിറ്റ് അവിടെ എടുത്തത് ഏകദേശം ഇവരെന്നെ അവിടുത്തെ ബാത്റൂമിൽ പോയിട്ട് വാഷ്റൂമിൽ പോയിട്ട് ഉള്ളു വാഷ് ചെയ്തിട്ടാണ്, ഇവരെന്നെയാണ് വാഷ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അത് അവിടെ ഇവരടുത്തുള്ള അപാകതകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം ഏകദേശം ഇപ്പോൾ അവർ പറഞ്ഞത് അരമണിക്കൂറിന് ശേഷമാണ് അതിനെ ഒരു ഡോക്ടർ നോക്കിയിട്ടുള്ളത്. ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറയുന്നതിൽ തന്നെ അവർ ഏറ്റവും ഗുരുതരമായ പരിക്കാണ് ഈ കുട്ടിക്ക് പറ്റിയിട്ടുള്ളത്. 6ഓളം പേരുണ്ടായിരുന്നു, 5 പേർക്കും വലിയ കുഴപ്പമില്ല, ഈ കുട്ടിക്കാണ് ഏറ്റവും ഗുരുതരമായ പരിക്കുള്ളതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ തലക്ക് അധികം അവരെ വാർത്താ സമ്മേളനം ഫുള്ള് ഞങ്ങൾ കണ്ടതിൽ അവർ പറയുന്നത് നല്ല ആഴത്തുള്ള മുറിവ് തലക്ക് പറ്റിയിട്ട്, ഈ തലക്ക് ഇത്രയൊക്കെ ആഴത്തുള്ള മുറിവ് പറ്റിയിട്ടും അതിന് വേണ്ടുന്ന ചികിത്സ ഒന്നും എടുക്കാതെ ഇവർ അന്ന് രാത്രി ഏകദേശം 2 മണിക്കൂർ കൊണ്ട് അവരെ വീട്ടിൽ 10 മണിയായപ്പോൾ തന്നെ ഒരു വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അത്രയും ഗൗരവമുള്ള പിന്നെ മുറിവാണെന്നും അത് കുട്ടിക്ക് എന്താ പറയുക വിഷമേൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടേഴ്സ് പിന്നെ അവരെന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് വിടുകയാണ്. അവിടെയാണ് ഇതിൻ്റെ അപാകത സംഭവിച്ചിട്ടുള്ളത്. ആ കുട്ടീനെ 2 ദിവസം അവിടെ കിടത്തി ചികിത്സിക്കണം. ഇവരാരും പോരാൻ പറയില്ലല്ലോ, അത്രയും സാഹചര്യമില്ല. ചെറിയ കുട്ടീനെ 5.5 വയസ്സായ കുട്ടീനെ അവരിപ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ താല്പര്യം പെടില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർ വേണ്ടുന്ന ചികിത്സ ആ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ചികിത്സ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. അവിടെയാണ് നമ്മളെ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല. അവരെന്നെ പറയുന്നത് ഗുരുതരമായ പരിക്കാണ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കുട്ടി മരണപ്പെടുന്നത്. ആ ഗുരുതരമായ പരിക്കുള്ള കുട്ടീനെ എന്ത് ചെയ്യാണ്, ഒരു 2-3 മണിക്കൂർ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. അവർ പച്ച മുറിവോട് കൂടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വെച്ച് കിട്ടൂലേ, അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ അവർ പറയുന്നത് രക്ഷിതാക്കളടുത്ത് പ്രാഥമിക ചികിത്സ നടത്തുന്നത് സംഭവിച്ച പിഴവാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. നമ്മളിപ്പോൾ ഇതിനെതിരെ ഇന്നത്തെ ന്യൂസ് കൊല്ലത്ത് അവിടെ നടന്ന ലാസ്റ്റിൽ പറയുന്നുണ്ട് നമ്മൾക്ക് പിഴവാണെന്ന്. നമ്മൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ഹയർ അതോറിറ്റി, അതായത് ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കണം. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെ ഇവിടുത്തെ ഒരു സാംസ്കാരിക സംഘടനയാണിത്. ഈ ക്ലബ് തന്നെ ഇത് ഏറ്റെടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മെഡിക്കൽ കോളേജിലെ അധികൃതരെയാണ് നമ്മളിപ്പോൾ അതിൽ വേറൊരു കാര്യം കാണില്ല. അവിടെ നിന്ന് താലൂക്ക് ആശുപത്രി അതിൽ കക്ഷിയാവുമല്ലോ, സ്വാഭാവികമല്ലേ. ഇതുവരേക്കും ഇവർ രക്ഷിതാക്കൾ പറഞ്ഞത് ഇതുവരേക്കും ഒരാളൊരു ഫോൺ കോൾ പോലും ചോദിച്ചിട്ടില്ല. കൂടുതൽ ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരാണ്, അല്ലാതെ ഒരു ആരോഗ്യ രംഗത്തുള്ള ഏതെങ്കിലും ഒരാൾ നമ്മളെ ഹെൽത്ത് സെൻ്ററിലെ ആൾ വരെ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല, ആരും ഉണ്ടായിട്ടില്ല. ഇത് ഇത്രയൊക്കെ 2-3 ദിവസവും കേരളം മൊത്തം ചർച്ച ചെയ്തൊരു വിഷയമായിട്ട് പോലും ഇതിന് കിട്ടിയ ഒരു പരിഗണന വീട്ടുകാർക്കുള്ള ഒരു സമാധാനമായിരുന്നു. കുട്ടി മരിച്ച കുട്ടി അതിലും തിരിച്ചു കിട്ടില്ല എന്നറിയാം. പക്ഷെ എന്നാലും ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവരുതെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രതികരിക്കാൻ തയ്യാറായത്. ഒന്നും കേട്ടിട്ടില്ല. ഞങ്ങളിവിടെ കുട്ടി മരിച്ച ടെൻഷനിൽ നിൽക്കുന്ന ആ സമയത്ത് പോലും ഓരോ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ഇത്ര മാരകമായിട്ട് പരിക്കേറ്റിയ കുട്ടീനായിട്ട് ചെന്നിട്ട് അന്ന് തന്നെ തിരിച്ചയച്ചിട്ട് ഇങ്ങനത്തെ ന്യായീകരണമായിട്ട് അവർ വരുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാനന്ന് ഡോക്ടറായിട്ട് സംസാരിച്ചതാണ്. അന്ന് 2 ഡോക്ടർമാരായിട്ട് സംസാരിച്ചപ്പോൾ 2 ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളത് 100% ഡെത്ത് ആണ്. ഇതിന് വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ ബ്ലഡ് ഇതിൻ്റെ സംഗതി ടെസ്റ്റ് ചെയ്യാൻ അവർ നമ്മളെ അറിയിച്ചിട്ട് ഇത്ര സമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തിക്കണം എന്ന് പറയുകയാണ്. ശരിക്കും നമ്മൾ സർക്കാർ സംവിധാനത്തിൽ ചെയ്യേണ്ട സംഭവമാണ്. പക്ഷേ ഇനി അത് സാഹചര്യം ഇല്ലെങ്കിലും അതൊക്കെ ആ സമയത്ത് ആ ബ്ലഡ് എടുക്കൽ ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ അഡ്മിറ്റ് ചെയ്ത ആ 2 ദിവസം ആ സമയത്താണ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ, സഹായം തേടാം. അതൊന്നും ഉണ്ടായില്ല. ഇത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഇവനോട് ഡെത്ത് ഏകദേശം ഉറപ്പ് പറയുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് ബ്ലഡ് സാമ്പിൾ എടുത്ത് കൊടുക്കുന്നത്. മുന്നേ പറഞ്ഞു നമുക്ക് ഉറപ്പില്ല, കുട്ടിയെ കിട്ടുന്ന ഉറപ്പില്ല എന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞു ചെയ്തത്. ഇങ്ങോട്ടാണ് ഈ രക്തം എടുത്തുകാണ്ട് പിന്നെ ആദ്യം ആ ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഒരു ചികിത്സ കൊടുക്കാം. പിന്നെ വാക്സിൻ എടുത്തിട്ടും ഇത് എന്തുകൊണ്ട് സംഭവിക്കണം എന്നുള്ള ഇപ്പോൾ ഇന്നലെ കൊല്ലത്ത് സംഭവിച്ച കാര്യം, വാക്സിൻ എടുത്തിട്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കണം എന്നുള്ളത് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ. പുതിയൊരു ഡെവലപ്മെന്റ് അതിൽ വരണ്ടേ. ഫസ്റ്റ് തിരുവങ്ങാടി ഹോസ്പിറ്റലിൽ പോയിക്കാണ്ട് എടുത്ത് പിന്നെ അല്ലല്ല എന്താന്നറിയില്ല ഇഞ്ചക്ഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തുകാണ്ടാണ് പിന്നെ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തതുള്ളൂ എന്ന് പറഞ്ഞു. അല്ല അവർക്ക് ഇത് സ്റ്റിച്ച് ഇതിക്കിടാനും അപ്പൊ തന്നെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതൊക്കെ തുന്നിക്ക കഴിച്ചിനി നമ്മൾ ഡ്രസ് കഴിവൊന്നും ചെയ്തിട്ടുണ്ട്.
വാഷിയൊന്നും ചെയ്തിട്ടില്ല. തിരൂരങ്ങാടിന്ന് കഴിഞ്ഞതിന് ശേഷം തിരൂരങ്ങാടി നിങ്ങൾ തല കഴുകിയതല്ലേ? തലൊക്കെ തല തല കഴുകി ഫുള്ള് കഴുകി എൻ്റെ വൈഫിന് കഴുകി അത് തിരുവങ്ങാടി ഇവരെ കൊണ്ട് കഴിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് തലയിലെ മുറിവ് പരിശോധിക്കുകയോ ഇല്ലെങ്കിൽ അല്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന്റെ അവിടെ ശേഷം കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടാൻ കുറച്ച് ഡിലേ ആയെന്ന് തോന്നുന്നു. അതായി അതാണ് അവര് കൊണ്ടുവരാൻ പറയും. ആ ട്രീറ്റ്മെന്റിന് കയറ്റിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവർ പറയണത് മുറിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അതൊന്നും അവർക്ക് അറിയില്ല. ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ പറയുന്നത് വേറെ ഡോക്ടർക്ക് വിളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ പറയുന്നത് നായ കടിച്ച് 3 മണിക്കൂർ നിർണായകമാണെന്നാണ്. പിന്നെ ഓല് എന്തുകൊണ്ട് ഈ അരമണിക്കൂർ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ള ഒരു നിർണായക ചോദ്യമാണ്. ഈ മെഡിക്കൽ കോളേജിനെതിരെ പരാതി കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ പരാതിയായിട്ട് തന്നെ കൊടുക്കുകയല്ലേ? അല്ല, നമ്മൾ പരാതി എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൽ നമുക്ക് ഉണ്ടായ ഈ ഒരു കുടുംബത്തിനുണ്ടായ ഒരു വേദന സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൻ്റെ അതോറിറ്റിനെ അറിയിക്കേണ്ടത് ആ ലെവലിൽ നമ്മൾ ചെയ്യും. ഇതിപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച മെഡിക്കൽ കോളേജ് സ്വാഭാവികമായിട്ടും അതിലൊരു കക്ഷിയാവും. അത്രയേ ഉള്ളൂ. പിന്നെ ഈ തിരുവങ്ങാടിക്ക് ഈ ഫാമിലി ഇവരായിട്ട് ചെല്ലുമ്പോഴേ ഈ പരിക്കേറ്റ കുട്ടീനായിട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെ ചികിത്സ കൊടുക്കണമെന്നൊന്നും വ്യക്തമായ ധാരണ ഇവർക്കില്ല. എന്നിട്ട് നമുക്കുണ്ടാവില്ലല്ലോ. എന്നിട്ട് ഇവർ ആ ഒരു വെപ്രാളത്തിൽ ഇവരോട് പറയാണ് ഇതിനുള്ള ചികിത്സ ഇനി ഇവിടെ ഇല്ല, മെഡിക്കൽ കോളേജിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുക. എന്നിട്ട് മെഡിക്കൽ കോളേജിന്റെ പത്രസമ്മേളനം വിളിക്കുന്നത് ഡിലേ ആയി. ഇതിപ്പോൾ ആരെ കുറ്റാണിത്? നമുക്ക് യഥാസമയം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് ചികിത്സ ഇല്ലാതെ അങ്ങോട്ട് വിട്ടിട്ട് അവിടുന്ന് പിന്നെ ഒരു അരമണിക്കൂർ ഡിലേ ചെയ്യിച്ച് പിന്നെ ഈ കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പോയതിൻ്റെ ശേഷം ഒരു പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാണ് ഇത് പിന്നെ കുടുംബം അങ്ങോട്ട് എത്തിക്കാൻ വൈകിപ്പോയി, അതുകൊണ്ടുണ്ടായതാണെന്നൊക്കെ. അത് ശരിയല്ലല്ലോ. മെഡിക്കൽ കോളേജിൽ തലയിലെ മുറിവിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നാണോ? കൊടുക്കാൻ ചെറുതായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണ്ടുള്ളൂന്ന്. ഇവർ രണ്ടുപേരും പുറത്താണുള്ളത്. ഞാനിത് കൊണ്ടുപോകാൻ അവിടെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനും പുറത്തുനിന്ന് ഉള്ളോട്ട് കയറ്റാൻ അവിടെ എത്തിയതിന് ശേഷം കയറ്റാൻ അരമണിക്കൂർ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തിരങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ കാലിൻ്റെ മുറിവ് ഒരു ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡ്രസ്സ് മുറിവ് കാണാനായിട്ടാണോ കുട്ടീനെ ഉള്ളിൽ കയറ്റാത്ത റിസൾട്ടുകളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു വിളി. ഇതിൽ വേറെ ഇത് മെഡിക്കൽ കോളേജിലെ OP ടിക്കറ്റാണ്. ഇതിലിപ്പോൾ ഗവൺമെൻറ്റിലെ മെഡിക്കൽ കോളേജല്ല, സോറി, താലൂക്ക് ആശുപത്രിയിലെ ഇതിൽ നോട്ട് വില്ലിംഗ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. വാക്സിൻ കൊടുക്കാൻ നമ്മൾ വില്ലിംഗ് അല്ല എന്നുള്ളതാവും ഉദ്ദേശിക്കുന്നത്, മനസ്സിലറിയില്ല. പിന്നെ ERIG. പക്ഷേ ഇവരോട് അത് ചോദിക്കുക സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവരിപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഇതൊന്നും അറിയുന്ന ആളുകളല്ലല്ലോ ഇപ്പോൾ ഈ രക്ഷിതാക്കളൊന്നും. ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഞങ്ങൾ വില്ലിംഗ് അല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? വില്ലിംഗ് അല്ല എന്നാവും. അല്ലാതെ പോലും സാധ്യതയില്ലല്ലോ. അത് അവർക്ക് അവരുടെ ഭാഷ അറിയുന്നു. അവർ ഇവരോട് ചോദിച്ചിട്ടാണ് വില്ലിംഗ് അല്ല എന്ന് ഓക്കെ ഇത് പറയാം. നമ്മൾ പറയും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഇത് പറയും. ഈ സാഹചര്യം അങ്ങനെ അല്ലല്ലോ. ആരുമില്ല. നമ്മളെ മുന്നിൽ വന്നിട്ടില്ല. അത് ഫോണിംഗ് പ്രോഗ്രാമാണ്. ഫോണിൽ കൂടെ ചോദിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അത് മെഡിക്കൽ കോളേജിൽ നിന്ന് അതന്നെ ഉണ്ടായത്. കോളേജിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഫോണിൽ കൂടെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ നഴ്സുമാരെ വിളിച്ചു ചോദിച്ചിട്ടോ? നമ്മൾ ഏറ്റവും വലിയ പോയിന്റ് നമ്മൾക്ക് ഇതിൽ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞ പോയിന്റ് അതാണ്. അതായത് ഏറ്റവും ഗൗരവമുള്ള അപകടമാണ് കുട്ടിക്കെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടും പറയുന്നുണ്ട്. ആ കുട്ടീനെ പിന്നെ എന്തുകൊണ്ടാണ് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റുന്നത്? ഒരു എന്താ പറയുക, ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പൊടി പാറാതെക്കാനെങ്കിലും ഇനിയൊരു ഡ്രസ്സെങ്കിലും ചെയ്യണ്ടേ? ഒന്നും ചെയ്യാതെ കുട്ടീനെ പിന്നെ വീട്ടിലേക്ക് വിടേണ്ട ഒരു കാര്യം ഉണ്ട്. ഡോക്ടേഴ്സും നഴ്സും ചിലപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ആവുണ്ടാവും. ഞങ്ങൾ കണ്ടിട്ടില്ല. പോയാള് മുജീബാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു, പിന്നെ അവർ ഉള്ളിൽ കയറ്റിൻ്റെ ശേഷം ഇവർ പുറത്താണ്. മെഡിക്കൽ കോളേജിൽ പിന്നെ എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതാവും. അല്ലല്ല, അതൊന്നും അങ്ങനല്ല. പക്ഷെ ഇതിന്റെ ഒരു ഗൗരവം, ഈ കുട്ടീൻ്റെ ഇതിന്റെ ഒരു ഗൗരവം അവിടെ ഉണ്ടായിട്ടില്ല. അതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വിചാരിച്ചിന് കുട്ടീനെ അവിടെ അഡ്മിറ്റ് ആക്കും എന്നുള്ളത് തന്നെ ഞാൻ ആ പ്രതീക്ഷ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറ്റൂലല്ലോ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ വാക്സിൻ സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കഴിച്ച് രക്ഷപ്പെടും. കാരണം 20 മിനിറ്റിന്റെ ഉള്ളിൽ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്.
മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞ പ്രകാരമാണ് രക്ഷപ്പെടും. അവരാണല്ലോ പറയുന്നത് അവിടുന്ന് വെക്കാഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. നമ്മളത് ചെയ്തിട്ടില്ല. സാധനം ഇല്ലാത്തൊരു മെയിൻ പ്രശ്നമാണ്. ഇല്ലാന്നാണ് നമ്മൾ മനസ്സിലായത്. പക്ഷെ ഇവർ ഇതിൽ നോട്ട് ബില്ലിംഗ് എന്ന് പിന്നെ എന്തുകൊണ്ട് എഴുതി നമുക്കറിയില്ല. ഇല്ല, ചോദിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ സത്യത്തിൽ ഈ കുട്ടീന്റെ മറവ് കഴിഞ്ഞ് ഇവരെ ഒരു ടെൻഷനൊക്കെ മാറി ഇന്നലെയാണ് ഇതിനെക്കുറിച്ചൊന്നൊരു കൂടിയാലോചന നടത്തിയത്, ഇനി എന്ത് ചെയ്യണം എന്നുള്ള. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ കുട്ടി എന്തായാലും പോയി, ഇനിയൊരു കുട്ടിക്ക് ഇപ്പം ഇന്നലെ ഒരു ന്യൂസ് കൂടി വന്നില്ല, വന്നല്ലോ. അപ്പോൾ സ്വയം അടിയന്തരമായിട്ട് ഈ വാക്സിൻ എന്തുകൊണ്ട് ഫലപ്രദമല്ല എന്നുള്ളത് ശരിക്കും പഠിക്കണം. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല.